Hello, welcome to Red Short Talks. സ്വാഗതം. നിഫ്റ്റി 50യുടെ ഓരോ ദിവസത്തെയും ചലനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് മാർക്കറ്റിലെ സാധ്യതകൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നറിയാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ഇന്നത്തെ ഈ ഒരു ഒരു വിശകലനം നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് നിഫ്റ്റി 50യുടെ ഓഗസ്റ്റ് 28, 2025 ഇൻട്രാഡേ വ്യാപാര സാധ്യതകളാണ്. ഇതിന് നമ്മൾക്കൊരു വിശകലനം കിട്ടിയിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 26 ചാർട്ടിനെ ബേസ് ചെയ്തുള്ളതാണ്. അപ്പൊ അന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻസ്, പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ, പിന്നെ ഇതിൽ പറയുന്ന ചില ട്രേഡിംഗ് സ്ട്രാറ്റജികൾ, ഇതൊക്കെ നമുക്ക് ഒരുമിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓർക്കണേ, ഓഗസ്റ്റ് 26 ഏകദേശം 25,150 നിന്ന് നിഫ്റ്റി താഴെ 24,710 അടുത്താണ് ക്ലോസ് ചെയ്തത്. അപ്പോ നമുക്ക് ഈ വിശകലനത്തിലേക്ക് കടക്കാം. നമസ്കാരം. തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. ഈ അനാലിസിസ് പൂർണ്ണമായും ഓഗസ്റ്റ് 26 ഡേറ്റയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അത് ഓർത്തിരിക്കണം. അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. അതെ, അതായത് ഓഗസ്റ്റ് 27 മാറ്റങ്ങളോ വാർത്തകളോ ഇതിൽ വന്നിട്ടില്ല. എന്നാലും ഓഗസ്റ്റ് 28 നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് 26 ചിത്രം മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അന്ന് നടന്ന ചില കാര്യങ്ങൾ അത് മുന്നോട്ടുള്ള ചില സൂചനകൾ തരുന്നുണ്ട്. ശരിയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരാമല്ലോ. അപ്പൊ നമുക്ക് ആ ഓഗസ്റ്റ് 26 ചിത്രത്തിലേക്ക് തന്നെ വരാം. അന്ന് വലിയൊരു വീഴ്ചയുണ്ടായി, ഏകദേശം 400 പോയിന്റിലധികം. അതിനെ ഈ വിശകലനം എങ്ങനെയാ കാണുന്നത്? എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? ഈ വിശകലനം പ്രധാനമായിട്ടും പറയുന്നത് അന്നൊരു പാറ്റേൺ ഫോം ചെയ്തു എന്നാണ്. എന്താ പറയാ, താഴുന്ന ഉയരങ്ങളും താഴ്ന്ന താഴ്ചകളും, അതായത് ലോവർ ഹൈസ് ലോവർ ലോസ്, ചുരുക്കത്തിൽ LHLL പാറ്റേൺ. അതെ, സിമ്പിളായി പറഞ്ഞാൽ വില മുകളിലോട്ട് പോകുമ്പോഴൊക്കെ പഴയ ഹൈയുടെ അത്ര എത്തുന്നില്ല, താഴോട്ട് വരുമ്പോഴോ പഴയ ലോവിനേക്കാളും താഴെ പോകുന്നു. ഇതൊരു ക്ലാസിക് ഡൗൺ ട്രെൻഡ് സിഗ്നൽ ആണ്. ഓഹോ, അതായത് ഷോർട്ട് ടേമിൽ മാർക്കറ്റ് താഴോട്ടാണ് എന്ന് ടെക്നിക്കലി ഇത് കൺഫേം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ വിശകലനം ഓഗസ്റ്റ് 28 ഒരു ബെയറിഷ് ബയാസ്, അതായത് താഴോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ എന്നൊരു നിഗമനത്തിലെത്തുന്നത്. ഓക്കെ, അപ്പൊ ആ LHLL പാറ്റേൺ ഒരു കീ സിഗ്നലാണ്. ഇതിലെ ശക്തമായ വിൽപ്പന വോളിയം സ്പൈക്ക് ഉണ്ടായെന്നും പറയുന്നുണ്ടല്ലോ. സ്ട്രോങ് സെല്ലിംഗ് വോളിയം സ്പൈക്ക്. അതിന്റെ അർത്ഥം ഈ വീഴ്ച വെറുതെ ഒരു കറക്ഷൻ ആയിരുന്നില്ല, നല്ല സെല്ലിംഗ് പ്രഷറോട് കൂടിയായിരുന്നു എന്നാണോ? വോളിയത്തിന് അത്ര പ്രാധാന്യമുണ്ടോ ശരിക്കും? തീർച്ചയായും വോളിയം നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു മൂവ്മെന്റിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്നറിയാൻ അത് സഹായിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? വില താഴോട്ട് പോയപ്പോ ട്രേഡ് ചെയ്ത ഷെയറുകളുടെ എണ്ണം, അതായത് വോളിയം, നന്നായി കൂടി. ഇതിനർത്ഥം കുറച്ചുപേർ വിറ്റതുകൊണ്ടല്ല വിലയിടിഞ്ഞത്, നല്ലൊരു വിഭാഗം സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു. ഈ അനാലിസിസ് അതിന് സപ്ലൈ ഡോമിനൻസ് എന്നാണ് പറയുന്നത്. സപ്ലൈ ഡോമിനൻസ്. അതെ, അതായത് വാങ്ങുന്നവരെക്കാൾ കൂടുതൽ വിൽക്കുന്നവർ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പൊ നേരത്തെ പറഞ്ഞ LHL പാറ്റേണും ഈ കൂടിയ വോളിയവും ഒരുമിച്ച് വരുമ്പോൾ താഴോട്ടുള്ള ട്രെൻഡ് സ്ട്രോങ് ആണെന്നുള്ള സൂചന കുറച്ചുകൂടി ഉറപ്പിക്കുന്നു. ഓക്കെ, അപ്പോ ആ വീഴ്ചയ്ക്ക് പിന്നിൽ റിയൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. അതെ അതെ, മനസ്സിലായി. പക്ഷേ ഈ അനാലിസിസിൽ തന്നെ RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അത് 29.95 ആണെന്നും അത് ഓവർസോൾഡ് സോണിലാണെന്നും പറയുന്നുണ്ടല്ലോ. സാധാരണ RSI 30 താഴെ പോയാൽ ഓവർസോൾഡായി ഇനിയൊരു തിരിച്ചു കയറ്റത്തിന് സാധ്യതയുണ്ട് എന്നല്ലേ നമ്മൾ പറയാറ്. ഇത് നമ്മളിപ്പോ പറഞ്ഞ താഴോട്ടുള്ള സാധ്യതയ്ക്കെതിരല്ലേ ഒരു കൺഫ്യൂഷൻ പോലെ? അതെ, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കൺഫ്യൂഷൻ തോന്നാം. RSI എന്ന് പറയുന്നത് വിലയുടെ വേഗത, അതായത് മൊമെന്റം അളക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 30 താഴെ വന്നാൽ ഓവർസോൾഡായി കണക്കാക്കും. അതിന്റെ അർത്ഥം ഈ അടുത്ത സമയത്ത് വില വളരെ വേഗത്തിൽ താഴോട്ട് പോയി. ഒരു പക്ഷേ കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവാം മാർക്കറ്റ്. ഇത് തീർച്ചയായും ഒരു ചെറിയ തിരിച്ചുകയറ്റത്തിന്, ഒരു ഷോർട്ട് ടേം ബൗൺസ് അല്ലെങ്കിൽ ഒരു റിലീഫ് റാലിക്ക് സാധ്യത നൽകുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഈ വിശകലനത്തിന്റെ ഒരു പ്രധാന പോയിന്റ് വരുന്നത്. ഈ ഓവർസോൾഡ് അവസ്ഥ ചിലപ്പോ ഒരു താൽക്കാലിക ബൗൺസിന് കാരണമായേക്കാം. പക്ഷേ മാർക്കറ്റിന്റെ ആ ഒരു അടിസ്ഥാനപരമായ വീക്ക്നെസ്, ആ ദുർബല അവസ്ഥയെ ഇത് മാറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത്
ഓവർസോൾഡ് ആയതുകൊണ്ട് ഉടനെ വലിയ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ ഒരു ചെറിയ പുൾ ബാക്ക് അത്രയുള്ളൂ. പക്ഷെ പ്രധാന ട്രെൻഡ്, ഡോമിനന്റ് ട്രെൻഡ് ഇപ്പോഴും താഴോട്ട് തന്നെയാണെന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. അതുകൊണ്ട് ഓവർസോൾഡ് കണ്ട ഉടനെ വാങ്ങാൻ ചാടുന്നത് ഒരു പക്ഷേ ട്രെൻഡിനെതിരെ പോകുന്ന പോലെ ആവാം എന്നൊരു സൂചനയുണ്ട് ഇതില്. ഓക്കെ, വളരെ ക്ലിയർ ആയി. അപ്പൊ ചിത്രം ഇങ്ങനെ: ഓവറോൾ ട്രെൻഡ് താഴോട്ട്, പക്ഷേ RSI ഓവർസോൾഡ് ആയതുകൊണ്ട് ഒരു ചെറിയ ബൗൺസിനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ച് ട്രിക്കി ആയ സിറ്റുവേഷനിൽ ഓഗസ്റ്റ് 28 ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ, കീ ലെവൽസ് ഏതൊക്കെയാണ്? ഒരു പക്ഷെ വില മുകളിലോട്ട് പോയാൽ എവിടെയൊക്കെ റെസിസ്റ്റൻസ് വരാം, തടസ്സങ്ങൾ? ഈ അനാലിസിസ് അനുസരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ 2 പ്രധാന റെസിസ്റ്റൻസ് സോണുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് 24,850 തൊട്ട് 24,900 വരെയുള്ള റേഞ്ച്. 24,850, 900. അതെ, ഓഗസ്റ്റ് 26 വില നല്ല ഫോഴ്സില് ബ്രേക്ക് ഡൗൺ ആയത് ഈ ഏരിയയിൽ നിന്നാണ്. ഇതൊരു ഇൻട്രാഡേ ബ്രേക്ക് ഡൗൺ സോണാണ്. സാധാരണയായി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത ലെവലിലേക്ക് വില തിരിച്ചു വരുമ്പോൾ അവിടെ വീണ്ടും സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അവിടെ ട്രാപ്പായ ബയേഴ്സും വീണ്ടും വിൽക്കാൻ നോക്കുന്നവരുണ്ടാവും, അല്ലേ? അതെ അതെ. രണ്ടാമത്തെ ലെവൽ 25,000 ആണ്. 25,000 റൗണ്ട് നമ്പർ. അതൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്, റൗണ്ട് നമ്പർ ആയതുകൊണ്ട്. പിന്നെ മുൻപ് അതൊരു സപ്പോർട്ടായിരുന്ന സ്ഥലം കൂടിയാണ്. നമുക്കറിയാലോ, ബ്രോക്കൺ സപ്പോർട്ട് പലപ്പോഴും റെസിസ്റ്റൻസ് ആയി മാറും. അപ്പോ ഈ 2 സോണുകളിലും 24,850, 900ലും 25,000ലും സെല്ലേഴ്സ് വീണ്ടും ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. ശരി. അപ്പൊ മുകളിലെ പ്രധാന കടമ്പകൾ 24,850, 900 റേഞ്ചും പിന്നെ 25,000ഉം. ഇനി താഴോട്ട് പോയാലോ? ഓഗസ്റ്റ് 26 ലോ ആയ 24,710നും താഴെ പോയാൽ എവിടെയാണ് അടുത്ത സപ്പോർട്ട് സോണുകൾ, താങ്ങുകൾ? താഴോട്ട് വരുമ്പോൾ 3 പ്രധാന സപ്പോർട്ട് ലെവലുകളാണ് ഈ അനാലിസിസിൽ പറയുന്നത്. ഏറ്റവും അടുത്തുള്ളത് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 24,650, 24,670 റേഞ്ചാണ്. 650, 670. അതൊരു ചെറിയ സപ്പോർട്ടാണ്. അതിനും താഴെ 24,500. 24,500. ആ ലെവലെ കുറച്ച് ഒരു മേജർ സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. അതെന്താ കാരണം? കാരണം മുൻപ് നിഫ്റ്റിയിൽ ഒരു വലിയ ബ്രേക്ക് ഡൗൺ വന്ന ദിവസത്തെ കാൻഡലിന്റെ ഒരു ബേസ് ഏരിയ ഏകദേശം ഈ 24,500 ലെവലിനടുത്തായിരുന്നു. അത്തരം ബേസ് ലെവലുകൾക്ക് പിന്നീട് നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. ഓക്കെ. ഇനി സെല്ലിംഗ് പ്രഷർ വളരെ കൂടി ഈ 24,500 ലെവലും ബ്രേക്ക് ആയാൽ പിന്നെ അടുത്തൊരു സാധ്യതയുള്ള ടാർഗറ്റായിട്ട് പറയുന്നത് 24,350 ആണ്. ഒരു സ്വിംഗ് ലോ ടാർഗറ്റ്. 24,350. അതെ. അപ്പോ ഈ സപ്പോർട്ട് ലെവലുകൾ ഒരുപക്ഷെ ലോങ് പോകാൻ നോക്കുന്നവർക്ക് എൻട്രി നോക്കാവുന്ന സ്ഥലങ്ങളും ഷോർട്ട് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടാർഗറ്റുകളുമായിരിക്കും. ഓക്കെ, അപ്പം ലെവലുകൾ ക്ലിയർ ആയി. മുകളില് 2,485, 900, 25,000, താഴെ 2,465, 670, 2,450, പിന്നെ 2,435. അപ്പോൾ ഈ ലെവലുകളൊക്കെ വെച്ചിട്ട് ഓഗസ്റ്റ് 28 എന്ത് ട്രേഡിംഗ് സ്ട്രാറ്റജികളാണ് ഈ അനാലിസിസ് പറയുന്നത്? ഞാൻ കാണുന്നത് 2 ഓപ്ഷൻസ് ആണ് ഇതിൽ. ഒന്ന് ലോങ് പോകാൻ, വാങ്ങാൻ, പിന്നെ ഷോർട്ട് പോകാൻ, വിൽക്കാൻ. നമുക്ക് ആദ്യം ആ ലോങ് സെറ്റപ്പ് നോക്കാം. ഇതിപ്പോഴത്തെ ഡൗൺ ട്രെൻഡിന് എതിരായതുകൊണ്ട്, കൗണ്ടർ ട്രെൻഡ് ആയതുകൊണ്ട് കുറച്ച് റിസ്കി അല്ലേ? അതെ, ഉറപ്പായും. ഈ അനാലിസിസും അതിനെ ഒരു കൗണ്ടർ ട്രെൻഡ് പ്ലേ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. എൻട്രി വില 24,750 മുകളിലേക്ക് കടക്കണം, അവിടെ സ്റ്റേബിൾ ആകണം. എന്നിട്ട് ചെറിയ ടൈം ഫ്രെയിം ചാർട്ടുകളിൽ ചിലപ്പോൾ 5 മിനിറ്റിലോ 15 മിനിറ്റിലോ ബുള്ളിഷ് സിഗ്നൽ കാണിക്കണം. ബുള്ളിഷ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഹാമർ കാൻഡിൽ, താഴോട്ട് നല്ല നീളത്തിൽ ഷാഡോ, മുകളിൽ ചെറിയ ബോഡി, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ്, അതായത് ഒരു റെഡ് കാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന ഒരു ഗ്രീൻ കാൻഡിൽ, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ വന്നാൽ ഒരു ലോങ് എൻട്രി നോക്കാം. സ്റ്റോപ്പ് ലോസ് 24,690 വെക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 24,650, 670 സപ്പോർട്ടിന് തൊട്ട് താഴെ. ഓക്കെ. ടാർഗറ്റ്സ് T1 ആയിട്ട് 24,820, T2 ആയിട്ട് 24,880, ആ റെസിസ്റ്റൻസ് സോണുകൾക്ക് തൊട്ട് താഴെയായിട്ട്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണത്? ഈ ലോങ് സെറ്റപ്പ് നോക്കണമെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ RSI ഒരു ബുള്ളിഷ് ഡൈവേർജൻസ് കാണിക്കണം എന്ന്. ബുള്ളിഷ് ഡൈവേർജൻസ് അതെന്താണ്? സിമ്പിളായി പറഞ്ഞാൽ വില പുതിയ ലോ ഉണ്ടാക്കുന്നു, പക്ഷേ അതേസമയം
RSI ഇൻഡിക്കേറ്റർ പുതിയ ലോ ഉണ്ടാക്കുന്നില്ല, പകരം ഹയർ ലോ ഉണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം വില താഴുന്നുണ്ടെങ്കിലും ആ താഴോട്ടുള്ള പോക്കിന്റെ ശക്തി കുറയുന്നു എന്നൊരു സൂചനയാണ്. അങ്ങനെയൊരു ഡൈവേർജൻസ് കണ്ടാൽ മാത്രമേ ഈ കൗണ്ടർ ട്രെൻഡ് ലോങ് ട്രേഡിന് സാധ്യതയുള്ളൂ എന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ്. ശരി ശരി. അപ്പൊ ലോങ് പോകണമെങ്കിൽ കുറെ കാര്യങ്ങൾ ഒത്തുവരണം. ഡൈവേർജൻസ്, കൺഫർമേഷൻ ക്യാൻഡിൽസ്, 750 മുകളിൽ ക്ലോസ്, അങ്ങനെ. ഇനി ഷോർട്ട് സെറ്റപ്പ് നോക്കാം. വിൽക്കാനുള്ള അവസരം. ഇതിനാണ് ഈ അനാലിസിസ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതെന്നും ഇത് കുറച്ചുകൂടി സേഫ് ആണെന്നും പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ? അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഷോർട്ട് സെറ്റപ്പിന് മുൻഗണന കൊടുക്കണം. അത് നിലവിലുള്ള ട്രെൻഡിന്റെ കൂടെ പോകുന്ന ട്രേഡാണ് എന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, LHLL പാറ്റേൺ വെച്ച ഷോർട്ട് ടേം ട്രെൻഡ് താഴോട്ടാണ്. അപ്പോൾ ട്രെൻഡിന്റെ ഡിറക്ഷനിൽ ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡ് ഫോളോയിങ് എപ്പോഴും കുറച്ചുകൂടി പ്രോബബിലിറ്റി കൂടിയ പരിപാടിയാണ്. ശരിയാണ്. പിന്നെ ഓഗസ്റ്റ് 26 ആ സ്ട്രോങ് സെല്ലിംഗ് വോള്യവും ഈ ഷോർട്ട് ഐഡിയയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് സെറ്റപ്പിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. എൻട്രി വില 24,650 എന്ന ആ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ, ഒരു ഫ്രഷ് ബ്രേക്ക് ഡൗൺ വരുമ്പോൾ. ഓക്കെ, 650 ബ്രേക്ക് ചെയ്യുമ്പോൾ. അതെ, സ്റ്റോപ്പ് ലോസ് 24,720 വെക്കാം. അതായത് ആ ബ്രേക്ക് ചെയ്ത ലെവലിന് തൊട്ട് മുകളിൽ. ടാർഗറ്റ്സ് താഴോട്ട് T1 ആയിട്ട് 24,550, T2 ആയിട്ട് 24,450. ഇനി നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ 24,350 വരെ പോകാനും സാധ്യതയുണ്ട്. അതൊരു എക്സ്റ്റൻഡ് ടാർഗറ്റ്. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൺഫേംഡ് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ വരുമ്പോൾ ഷോർട്ട് ചെയ്യുന്നത് ട്രെൻഡിന്റെയും വോള്യത്തിന്റെയും സപ്പോർട്ടുള്ളതുകൊണ്ട് കൂടുതൽ ലോജിക്കലായ ഒരു നീക്കമായിട്ടാണ് ഈ അനാലിസിസ് കാണുന്നത്. വ്യക്തമായി. അപ്പൊ നമുക്ക് 2 പ്ലാൻസ് ഉണ്ട്. കണ്ടീഷണൽ ലോങ്, പിന്നെ ട്രെൻഡ് ഫോളോയിങ് ഷോർട്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഓഗസ്റ്റ് 28 ഒരു ഓവറോൾ ട്രേഡ് പ്ലാൻ എന്തായിരിക്കും ഈ അനാലിസിസ് പ്രകാരം? എന്തിനാണ് കൂടുതൽ ഊന്നൽ? ഓവറോൾ പ്ലാൻ ഇങ്ങനെയാണ്. മെയിൻ ബയാസ് ബേറിഷ് ആണ്, താഴോട്ടാണ്. അതുകൊണ്ട് സെൽ ഓൺ റൈസ് ആണ് പ്രിഫേർഡ് സ്ട്രാറ്റജി. ഉയർച്ചയിൽ വിൽക്കുക. അതായത് വില മുകളിലോട്ട് പോയി ആ റെസിസ്റ്റൻസ് സോണുകളിൽ 24,850, 900 അല്ലെങ്കിൽ 25,000 എത്തുകയാണെങ്കിൽ അവിടെ വീക്ക്നെസ് കാണിച്ചാൽ ഷോർട്ട് ചെയ്യാനുള്ള അവസരം നോക്കുക. ഇനി കുറച്ച് അഗ്രസീവായിട്ടുള്ള ബുള്ളിഷ് പ്രതീക്ഷയുള്ള ട്രേഡേഴ്സിന് ഒരു ചെറിയ ഓപ്ഷനും പറയുന്നുണ്ട്. വില താഴെ 24,650, 24,700 എന്ന സപ്പോർട്ട് സോണിൽ എത്തുന്നു. അവിടെ നല്ല സ്ട്രോങ് ആയിട്ട് RSI ഡൈവേർജൻസോ മറ്റോ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം വളരെ ചെറിയ ടാർഗറ്റിനു വേണ്ടി ഒരു ക്വിക്ക് ലോങ് ട്രേഡ് സ്കാൽപ്പിംഗ് നോക്കാം. പക്ഷെ അത് ഹൈ റിസ്ക് ആണ്, ട്രെൻഡിനെതിരെയാണ്. ഓക്കെ. ഈ അനാലിസിസ് അനുസരിച്ച് ബെസ്റ്റ് റിസ്ക് റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ട്രേഡ് വില 24,650 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഷോർട്ട് ചെയ്യുന്നതാണ്. കാരണം അത് കൺഫേംഡ് ട്രെൻഡിന്റെ കൂടെയാണ്. ഇത് വളരെ എന്താ പറയാ, ഒരു പ്രാക്ടിക്കൽ പ്ലാൻ പോലെ തോന്നുന്നു. ഇതിലൊരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ടല്ലോ, ഒരു ചോപ്പി സോണിനെ പറ്റി. ചോപ്പി സോൺ, അതായത് ഒരു അസ്ഥിരമായേക്കാവുന്ന ഒരു വില റേഞ്ച്. അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ആണ്. ഈ അനാലിസിസ് 24,670-നും 24,750-നും ഇടയിലുള്ള ഒരു 80 പോയിന്റ് റേഞ്ച് ഉണ്ടല്ലോ. 670-നും 750-നും ഇടയിൽ. അതെ, ആ റേഞ്ചിനെ ഒരു ചോപ്പി സോണായിട്ടാണ് കാണുന്നത്. അതിന്റെ അർത്ഥം ആ റേഞ്ചിനുള്ളിൽ വിലയ്ക്ക് ഒരു ക്ലിയർ ഡയറക്ഷൻ ഉണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. അവിടെ വെച്ച് ട്രേഡ് എടുക്കുന്നത് ഒഴിവാക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം അത്തരം സോണുകളിൽ ഫാൾസ് സിഗ്നലുകൾ വരാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ക്ലിയർ പ്രോഫിറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സിമ്പിൾ അഡ്വൈസ് ഇതാണ്. ഒന്നുകിൽ വില 24,750-ന് മുകളിൽ പോയി സ്റ്റേബിൾ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക, ലോങ് നോക്കാൻ. അല്ലെങ്കിൽ 24,650-ന് താഴെ പോയി ബ്രേക്ക് ഡൗൺ കൺഫേം ചെയ്യുന്നതുവരെ വെയിറ്റ് ചെയ്യുക, ഷോർട്ട് നോക്കാൻ. ഈ 2 ലെവലിനും ഇടയിൽ ക്ഷമയോടെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. മനസ്സിലായി. ഓക്കെ. അപ്പോ ഓഗസ്റ്റ് 28 നിഫ്റ്റി 50-യുടെ ഒരു സാധ്യതകളെക്കുറിച്ച് ഈ വിശകലനം നൽകുന്ന ചിത്രം ഏകദേശം പൂർണ്ണമായി നമുക്ക് കിട്ടി. ഓഗസ്റ്റ് 26 മുതലുള്ള ആ ഒരു ബെയറിഷ് ട്രെൻഡ്,
പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ താഴെ 24,650-70, പിന്നെ 24,500, മുകളിലെ 24,850, 900, പിന്നെ 25,000, പിന്നെ കണ്ടീഷണൽ ലോങ് ഓപ്പർച്യൂണിറ്റി 750 മുകളിൽ, കൂടുതൽ സാധ്യതയുള്ള ഷോർട്ട് ഓപ്പർച്യൂണിറ്റി 650 താഴെ. ഇതൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ക്ലിയർ റിവേഴ്സൽ സൈൻ കിട്ടുന്നത് വരെ കുറച്ച് കോഷ്യസ് ആയിട്ട് ഡൗൺ ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതിലാണ് ഈ അനാലിസിസ് ഊന്നൽ നൽകുന്നതെന്ന് തോന്നുന്നു. അതെ, താങ്കൾ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു സമ്മറി. താഴോട്ട് ചായ്വുള്ള എന്നാൽ ഇടയ്ക്ക് വോളാറ്റിലിറ്റിക്കും സാധ്യതയുള്ള ഒരു മാർക്കറ്റിൽ റിസ്ക് മാനേജ്മെന്റിന്റെ പ്രാധാന്യമാണ് ഈ അനാലിസിസ് എടുത്തു കാണിക്കുന്നത്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇത് ഓഗസ്റ്റ് 26 ഡാറ്റയെ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസിന് മുൻഗണന കൊടുത്ത് ക്ലിയർ ആയിട്ടുള്ള എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ലെവലുകളൊക്കെ വെച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. ഊഹാപോഹങ്ങൾക്ക് പകരം ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എടുക്കുന്നതാണ് പ്രധാനം. വളരെ നന്നായി കായമ പറഞ്ഞു. അപ്പോ നിങ്ങൾ ഈ വിശകലനം ശ്രദ്ധിച്ചല്ലോ. ഇനി ചിന്തിക്കാനൊരു കാര്യം. നമ്മൾ ഈ സംസാരിച്ചതെല്ലാം ഓഗസ്റ്റ് 26 ഡാറ്റ വച്ചാണ്. പക്ഷെ ഓഗസ്റ്റ് 27 അല്ലെങ്കിൽ 28 രാവിലെ തന്നെയോ വരുന്ന എന്തെങ്കിലും അപ്രതീക്ഷിത വാർത്തകൾ, ചിലപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെ വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലെ എന്തെങ്കിലും പ്രധാന ഡാറ്റ റിലീസ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യൂസ്, അത് നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ലെവലുകളെ, പ്രത്യേകിച്ച് ആ ഓവർസോൾഡ് RSI അവസ്ഥയെ എങ്ങനെ ബാധിക്കാം? അത്തരം വാർത്തകൾക്ക് ഈ ബെയറിഷ് സിഗ്നലുകളെ ഓവർ റൈഡ് ചെയ്ത് ഒരു കൗണ്ടർ ട്രെൻഡ് റാലിക്ക് ശക്തി പകരാൻ കഴിയുമോ? അതോ മാർക്കറ്റ് ഈ ടെക്നിക്കൽ ലെവലുകളെ തന്നെ മാനിക്കുമോ? ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഈ ലൈവ് ന്യൂസ് ഫ്ലോയും ഇതുപോലുള്ള ടെക്നിക്കൽ പ്ലാനും എങ്ങനെയാണ് പ്രാക്ടിക്കലായി ബാലൻസ് ചെയ്യാൻ പറ്റുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?